ടീം മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പുതിയത് അപ്ഡേറ്റ് ചെയ്ത SLC ടെക്സ്റ്റ് ബുക്കിനകത്ത് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസിനകത്തെ കുറച്ച് ടോപ്പിക്കിലാണ്. നമ്മൾ ബേസിക് കോൺസെപ്റ്റുകളെല്ലാം മറ്റേ വീഡിയോയിൽ മറ്റു വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വീഡിയോസ് കാണാതെ കണ്ടു നോക്കുക. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 100, 95, 90? ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ആ സീക്വൻസിലെ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് 100 ആണ്, രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 95 ആണ്, മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 90 ആണ്. അതായത് ഈ തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ടേമിന്റെ പൊസിഷൻ ആണ്, പൊസിഷൻ ഓഫ് ദ ടേം ആണ്. ഈ തന്നിരിക്കുന്നത് എന്ന് പറയുന്ന ടേമിന്റെ വാല്യൂ ആണ്. അപ്പൊ നമ്മളിവിടെ നോക്കിയേ, പൊസിഷൻ എന്ന് പറയുന്നത് 1 കൂടുമ്പോൾ ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 കുറയുന്നു. വീണ്ടും പൊസിഷൻ എന്ന് പറയുന്നത് 1 കൂടുമ്പോൾ ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 കുറയുന്നു. അങ്ങനെയാണെങ്കിൽ 21ാമത്തെ ടേമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ടേമിൽ നിന്ന് 20 കൂട്ടിൽ പൊസിഷൻ എന്ന് പറയുന്നത് 20 കൂടുന്നു. ഇവിടെ നമ്മൾ നോക്കിയാൽ ഒന്നാമത്തെ ടേമിൽ നിന്ന് മൂന്നാമത്തെ ടേമിലേക്ക് എന്ന് പറയുമ്പോൾ പൊസിഷൻ 2 കൂടുമ്പോൾ എത്ര കുറയുന്നു? 10 കുറയുന്നു. ആ 10 എന്ന് പറയുന്നത് എന്താ? 2 ഇൻറ്റു -5. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഒന്നാമത്തെ ടേമിൽ നിന്ന് 21ാമത്തെ ടേമിലേക്ക് പൊസിഷൻ എന്ന് പറയുന്നത് 20 കൂടുന്നു. പൊസിഷൻ എന്ന് പറയുന്നത് 20 കൂടുമ്പോൾ ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ഇൻറ്റു -5 കൂടണം. 20 ഇൻറ്റു -5 എന്ന് പറയുമ്പോൾ -100, 100നോട് കൂടി -100 കൂട്ടിയാൽ നമുക്ക് 0 കിട്ടും. സോ 21ാമത്തെ ടേം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം. xn = x1 + n-1 × d വെച്ചും ചെയ്യാം. കണ്ടുപിടിക്കേണ്ട 21ാമത്തെ ടേം ആണ് x21 = ഫസ്റ്റ് ടേം എത്രയാണ്? 100 പ്ലസ് എന്നിന്റെ വാല്യൂ 21 -1 20 ഇൻറ്റു ഈ സീക്വൻസിനെ സംബന്ധിച്ചിടത്തോളം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക. 95 - 100 എന്ന് പറയുമ്പോൾ -5 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? 100 + -100, 100 + -100 = 0. 21ാമത്തെ ടേം എന്ന് പറയുന്നത് 0 ആയിരിക്കും. മറ്റൊരു ചോദ്യം നോക്കാം. ദ 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 56. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 10ാമത്തെ ടേം എന്ന് പറയുന്നത് 56 ആണ്, 11ാമത്തെ ടേം എന്ന് പറയുന്നത് 51 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി, പൊസിഷൻ ഓഫ് ദ ടേം എന്ന് പറയുന്നത് 1 കൂടി, പൊസിഷൻ ഓഫ് ദ ടേം എന്ന് പറയുന്നത് 1 കൂടി. അന്നേരപ്പോ ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 56ൽ നിന്ന് 51ലേക്ക് 5 കുറഞ്ഞു. പൊസിഷൻ ഓഫ് ദ ടേം എന്ന് പറയുന്നത് 1 കൂടി, അപ്പോൾ ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 56ൽ നിന്ന് 55ലേക്ക് 5 കുറഞ്ഞു. അങ്ങനെയാണ് ഒന്നാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് എന്താ? 10ാമത്തെ ടേമിൽ നിന്ന് പൊസിഷൻ എന്ന് പറയുന്നത് 9 കുറയണം. പൊസിഷൻ എന്ന് പറയുന്നത് 9 കുറയണം. അതുപോലെ പൊസിഷൻ എന്ന് പറയുന്നത് 9 കുറയണം. അതുപോലെ ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 ഇൻറ്റു എത്ര വെച്ച് പറയണം? 9 ഇൻറ്റു -5 കുറയണം. കാരണം എന്താണ്? 10ൽ നിന്ന് 11ലേക്ക് എന്ന് പറഞ്ഞാൽ 56ൽ നിന്ന് -5 കൂട്ടുമ്പോഴാണ് 51 കിട്ടുന്നത്. സോ 9 ഇൻറ്റു -5 -45 എന്ന് കിട്ടി. സോ 56ൽ നിന്ന് -45 കുറയണം. കാരണം ടേം എന്ന് പറയുന്നത് 10ൽ നിന്ന് 9 കുറഞ്ഞു. അപ്പോ പൊസിഷൻ എന്ന് പറയുന്നത് 10ൽ നിന്ന് 9 കുറഞ്ഞു. 56 എന്ന് പറയുന്ന ടേമിന്റെ വാല്യൂവിൽ നിന്ന് 45 എന്ത് സംഭവിക്കണം? കുറയണം. സോ ഏതാണ്? -45 കുറയണം. സോ 56 -45, 56 + 45 101 എന്ന് കിട്ടും. സോ നമുക്ക് ഇതല്ലാതെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. നമ്മളിവിടെ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന എന്താ? 10ാമത്തെ ടേം എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് x10 = 56 ആണ് തന്നിട്ടുണ്ട്. x11 എന്ന് പറയുന്നത് 51 ആണ് തന്നിട്ടുണ്ട്. അതായത് ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11ാമത്തെ ടേം - 10ാമത്തെ ടേം, 51 - 56 = -5 ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇക്വേഷനിൽ കൊടുത്ത് നോക്കാം. x10 = ഫസ്റ്റ് ടേം പ്ലസ് 10 - 1 × d. 10 - 1 എന്ന് പറയുന്നത് 9 വരും. 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -9 എന്ന് കിട്ടും. സോ ഫസ്റ്റ് ടേം പ്ലസ് -45 = 10ാമത്തെ ടേം 56. Therefore ഫസ്റ്റ് ടേം = 56 + 45 101 എന്ന് കിട്ടി. സോ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് 101 ആണ്.
ഒന്നാമത്തെ ടൈം 101 ആണെങ്കിൽ ഇവിടെ വ്യത്യാസം ഓരോ ടൈമുകൾ തമ്മിലുള്ള വ്യത്യാസം -5 ആണ്. -5 വീതം കൊള്ളണം. 105ൽ ഒന്നിനോട് കൂടി -5 കൂടുമ്പോൾ 96 കിട്ടും. 96നോട് കൂടി -5 കൂട്ടുമ്പോൾ 91 കിട്ടും. 91നോട് കൂടി -5 കൂട്ടുമ്പോൾ 86 കിട്ടും. 86നോട് കൂടി -5 കൂട്ടുമ്പോൾ 81 കിട്ടും. അപ്പൊ ആ സീക്വൻസിലെ ഫസ്റ്റ് 5 ടൈംസ് എന്ന് പറയുന്നത് 101, 96, 91, 81, 86, 81 ഇങ്ങനെ ആയിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് ഒരു ചെറിയൊരു കോൺസെപ്റ്റ് കൂടി പഠിക്കാം. നമ്മളിപ്പോൾ ഒരു സീക്വൻസ് പരിഗണിക്കുകയാണ്. നമ്മുടെ ഒരു സീക്വൻസ് ഉണ്ട് 5, 15, 25, 35 എന്ന് പറയുന്ന ഒരു സീക്വൻസ് പോവാണെങ്കിൽ 5 എന്ന് പറയുന്നത് ഒന്നാമത്തെ ടൈം, 15 എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈം, 25 എന്ന് പറയുന്ന മൂന്നാമത്തെ ടൈം, 35 എന്ന് പറയുന്നത് നാലാമത്തെ ടൈം. സോ നമ്മളിപ്പോ ഇവിടെ നോക്കിയാൽ ഒന്നിൽ നിന്ന് നാലാമത്തെ ടൈമിലേക്ക് എത്തിയ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാ? 1ൽ നിന്ന് 4ലേക്ക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ 3 ആണ്. ചേഞ്ച് ഇൻ ദ വാല്യൂ എത്ര ചേഞ്ച് ചെയ്യുന്നത്? 5ൽ നിന്ന് 35ലേക്ക്. സോ ചേഞ്ച് ഇൻ ദ ടൈം എന്ന് പറയുന്നത് 5ൽ നിന്ന് 35ലേക്ക് 30 ആണ്. അങ്ങനെയാണ് എങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടേം ഇൻറ്റു ഫിക്സ്ഡ് നമ്പർ ആയിരിക്കും. അതൊക്കെ ചേഞ്ച് ഇൻ പൊസിഷൻ മിസ്റ്റേക്ക് പറ്റി. അങ്ങനെയല്ല, ചേഞ്ച് ഇൻ ടേം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻറ്റു ഫിക്സ്ഡ് നമ്പർ ആയിരിക്കും. സോ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് 3, ചേഞ്ച് ഇൻ ടൈം 30 ആണെങ്കിൽ ആ ഫിക്സ്ഡ് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. ഈ ഫിക്സ്ഡ് നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. കാര്യം ക്ലിയർ ആണല്ലോ? സോ അങ്ങനെയാണ്. അത് വെച്ച് നമുക്ക് ചോദ്യം നോക്കാം. ഒരു സീക്വൻസിന്റെ മൂന്നാമത്തെ ടൈം എന്ന് പറയുന്നത് 15 ആണ്. എട്ടാമത്തെ ടൈം എന്ന് പറയുന്നത് 35 ആണ്. അപ്പൊ നമ്മളിവിടെ നോക്കിക്കേ, ടൈമിന്റെ വാല്യൂ 15ൽ നിന്ന് 35 ആയി. അതായത് ടൈമിന്റെ വാല്യൂ 20 ആണ് വ്യത്യാസം. ടൈമിന്റെ പൊസിഷൻ 3ൽ നിന്ന് 8ലേക്ക് എന്ന് പറഞ്ഞാൽ പൊസിഷൻ 5 മാറി. നമ്മൾ എന്താ പറഞ്ഞേ? ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻറ്റു എ ഫിക്സ്ഡ് നമ്പർ. സോ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് 5. അപ്പൊ 20 കിട്ടാനായിട്ട് 4. അപ്പൊ ഫിക്സ്ഡ് നമ്പർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ നമ്മൾ നോക്കിയ 13ാമത്തെ ടൈം നമ്മൾ കണ്ടുപിടിക്കണം. 13ാമത്തെ ടൈം എന്ന് പറയുന്നത് എട്ടാമത്തെ ടൈമിനോട് കൂടി ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് 5. അപ്പൊ ടൈമിന്റെ വാല്യൂയിൽ എന്ത് വ്യത്യാസം വരണം? 5 ഇൻറ്റു ആ ഫിക്സ്ഡ് നമ്പർ എത്രയാ? 4. I4 20. 35 പ്ലസ് 20 55. സോ 13ാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ 55 എന്ന് കിട്ടും. 13 നമുക്ക് 23ാമത്തെ ടൈം കണ്ടുപിടിക്കണം. അപ്പൊ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് എന്താ? 13ൽ 10 കൂടിയാൽ 23. ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് 10 വരും. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻറ്റു ഫിക്സ്ഡ് നമ്പർ 4 40. 55 പ്ലസ് 40 95. 55 പ്ലസ് 40 95 എന്ന് കിട്ടും. ക്ലിയർ ആണോ? സോ അങ്ങനെയാണ് എങ്കിൽ 55 95 കിട്ടും. സോ ഇതിൽ നിങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഇത് വേണ്ട, ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണമെന്നുള്ളതാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന മൂന്നാമത്തെ ടൈം എന്ന് പറയുന്നത് 15 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എട്ടാമത്തെ ടൈം എന്ന് പറയുന്നത് 35 ആണെന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് മൂന്നാമത്തെ ടൈമും എട്ടാമത്തെ ടൈമും വ്യത്യാസം 5 ടൈംസ് ദ കോമൺ ഡിഫറൻസ്. അതായത് 15 to 35 എന്ന് പറയുന്നത് 20. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ഡിവൈഡ് ബൈ 5 4 എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് 13ാമത്തെ ടൈം വേണമെങ്കിൽ എട്ടാമത്തെ ടൈമിനോട് കൂടി എത്രയാ? 5 ടൈംസ് ദ കോമൺ ഡിഫറൻസ് 5D. അപ്പൊ എന്ത് വരും? I4 20. 35നോട് 20 കൂട്ടിയാൽ 55. അതുപോലെ 23ാമത്തെ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ 23ാം ടൈം എന്ന് പറയുന്നത് 13ാമത്തെ ടൈം പ്ലസ് 5 ടൈംസ് ദ കോമൺ ഡിഫറൻസ് എന്ന് വരും. സോ 55 പ്ലസ് I4 13ാമത്തെ ടൈമിൽ നിന്ന് 23ാമത്തെ ടൈം എന്ന് പറയുമ്പോൾ 10 കോമൺ ഡിഫറൻസ് വരും. സോ 10 × 4 40. കോമൺ ഡിഫറൻസ് 4 40. അപ്പൊ 55 പ്ലസ് 40 95 എന്ന് കിട്ടും. സോ 23ാമത്തെ ടൈം 95 ആണെന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.
അടുത്ത ചോദ്യം, ദ ഫിഫ്ത് ടൈം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 21. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ അഞ്ചാമത്തെ ടൈം എന്ന് പറയുന്നത് 21 ഒൻപതാമത്തെ ടൈം എന്ന് പറയുന്നത് 41. ഒൻപതാമത്തെ ടൈം എന്ന് 41. അപ്പൊ നമ്മൾ നോക്കിക്കേ, പൊസിഷൻ എന്ന് പറയുന്നത് 4 കൂടി, അപ്പൊ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 കൂടി. ആ 20 എന്ന് പറയുന്നത് എന്തുവാ? ചേഞ്ച് ഇൻ പൊസിഷൻ. 4 ഇൻറ്റു ഒരു ഫിക്സ്ഡ് നമ്പർ. ആ ഫിക്സ്ഡ് നമ്പർ എന്ത് വരും? 5 വരും. കാരണം I4 ആണ് 20. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾക്ക് ഇതിന്റെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. അഞ്ചാമത്തെ ടൈം എന്ന് പറയുന്നതിൽ നിന്ന് ഒന്നാമത്തെ ടൈം കിട്ടണമെങ്കിൽ എന്ത് കഴിയണം? 4 ടൈംസ് കുറയണം. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് കുറയണം? ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ഇൻറ്റു ആ ഫിക്സ്ഡ് നമ്പർ I4 20 കുറയണം. 21 നിന്ന് 20 കുറയുമ്പോൾ 1. ഒന്നാമത്തെ ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒന്നാമത്തെ ടൈം എന്ന് പറയുന്നത് 1 ആയിരിക്കും. നെക്സ്റ്റ് മൂന്നാമത്തെ ടൈം കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ടൈം എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് 1 നിന്ന് 3ലേക്ക് 2 കൂടി. അപ്പൊ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻറ്റു ഫിക്സ്ഡ് നമ്പർ എത്രയാണ്? ഫിക്സ്ഡ് നമ്പർ 5 ആണ്. 2 10, 1 കൂടി 10 കൂടണം, അപ്പൊ 11 ആയിരിക്കും മൂന്നാമത്തെ ടൈം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈം എന്ന് പറയുന്നത് 11 ആയിരിക്കും. ക്ലിയർ? അടുത്ത ചോദ്യം, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ നാലാമത്തെ ടൈം എന്ന് പറയുന്നത് 61. അരിത്തമെറ്റിക് സീക്വൻസിന്റെ നാലാമത്തെ ടൈം എന്ന് പറയുന്നത് 61. ഏഴാമത്തെ ടൈം എന്ന് പറയുന്നത് 31. അപ്പൊ നമ്മളിവിടെ നോക്കി, ചേഞ്ച് ഇൻ ദ പൊസിഷൻ എന്ന് പറയുന്നത് 3 കൂടി. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ദ ടൈം എന്ന് പറയുന്നത് 61 നിന്ന് 31ലേക്ക് ആവാൻ -30 കൂടണം. ഈ -30 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ 3 ഇൻറ്റു ആ ഫിക്സ്ഡ് നമ്പർ എത്ര വരും? -10 വരും. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? പത്താമത്തെ ടൈം കണ്ടുപിടിക്കണം. പത്താമത്തെ ടൈം എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്ന 3 കൂടി. അപ്പൊ ഇങ്ങോട്ടേക്ക് ഏത് നമ്പർ ആഡ് ചെയ്യണം? 3 ഇൻറ്റു ഫിക്സ്ഡ് നമ്പർ. ഫിക്സ്ഡ് നമ്പർ എത്രയാ? -10. സോ 3 ഇൻറ്റു -10 -30. സോ -30 കൂടി -30 കൂടുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇപ്പോൾ പത്താമത്തെ ടൈം എന്ന് പറയുന്നത് 1 ആയിരിക്കും. നേരെ തിരിച്ച് ഒന്നാമത്തെ ടൈം കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ടൈം എന്ന് പറയുന്നത് നാലാമത്തെ ടൈമിൽ നിന്ന് 3 കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? എത്ര കുറയുന്നു? 3 കുറയുന്നു. സോ 3 ഇൻറ്റു ആ ഫിക്സ്ഡ് നമ്പർ എത്രയാണ്? -10. അപ്പൊ അത് -30 കുറയണം. സോ 61 മൈനസ് -30. കാരണം 61 നിന്ന് -30 കുറയുന്നു. 61 + 30 91. സോ അങ്ങനെയാണ് ഒന്നാമത്തെ ടൈം എന്ന് പറയുന്നത് 91 ആയിരിക്കും. സോ പത്താമത്തെ ടൈം 1ഉം ഒന്നാമത്തെ ടൈം 91 ആയിരിക്കും. മറ്റൊരു ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ അഞ്ചാമത്തെ ടൈം എന്ന് പറയുന്നത് 10 ആണ്. പത്താമത്തെ ടൈം എന്ന് പറയുന്നത് 5 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ പൊസിഷൻ എത്ര കൂടി? 5 കൂടി. ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടൈമിന്റെ പൊസിഷൻ 5 കൂടി. ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 കുറഞ്ഞു. സോ ടൈം എന്ന് പറയുന്നത് എന്തുവാണ്? ചേഞ്ച് ഇൻ ദ പൊസിഷൻ. 5 ഇൻറ്റു എ ഫിക്സ്ഡ് നമ്പർ -1. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 15ാമത്തെ ടൈം. 15ാമത്തെ ടൈം എന്ന് പറയുമ്പോൾ ടൈമിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 5 കൂടി. അപ്പൊ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻറ്റു -1. അപ്പൊ -5 കൊള്ളാം. 5 + -5 എന്ന് പറയുമ്പോൾ 0 കിട്ടും. അടുത്തത് 25ാമത്തെ ടൈം കണ്ടുപിടിക്കണം. ടൈമിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 15 നിന്ന് 25ലേക്ക് 10 കൂടി. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻറ്റു ഫിക്സ്ഡ് നമ്പർ എത്രയാണ്? -1. 10 ഇൻറ്റു -1 -10 എന്ന് കിട്ടി. 0 -10 കൂട്ടിയാൽ -10 തന്നെ കിട്ടി. -10 തന്നെ കിട്ടി. സോ 25ാമത്തെ ടൈം എന്ന് പറയുന്നത് -10ഉം 15ാമത്തെ ടൈം എന്ന് പറയുന്നത് 0 ആയിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.